പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മേത്തി പൊറോട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അയമോദകത്തിൻ്റെ ഒരു ശകലം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവയില ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു, ബാക്കി ഇന്നലെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കുഴച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ജസ്റ്റ് അങ്ങ് ഇച്ചിരി ഒരു കട്ടി കൂടുതലായിട്ട് എടുക്കണം, പരത്തി അങ്ങ് എടുത്ത് ചുട്ടെടുത്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. നമ്മൾ മസാലകളെല്ലാം ചേർത്താണല്ലോ കുഴച്ചെടുത്തത്, അതുകൊണ്ട് നമുക്കിതിന് പ്രത്യേകിച്ച് കറികളിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല എരിവൊക്കെ ഉള്ളതാണ്. പിന്നെ സോസിൻ്റെ കൂടെയൊക്കെ ചിലർ കഴിക്കും, സോസിൻ്റെ കൂടെയും നല്ലതാണ് കഴിക്കാൻ. പിന്നെ രണ്ട് വശവും ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ആലു പൊറോട്ടയല്ല, മേത്തി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ കയ്പ്പൊന്നും അറിയത്തില്ല ഇലയുടെ, പക്ഷെ തോരൻ വെക്കുന്ന പറഞ്ഞാൽ ചെറിയ രീതിയിൽ കയ്പ്പൊക്കെ ഉണ്ടെന്നാലും നല്ല ടേസ്റ്റാണ് കയ്പ്പുണ്ടായാലും കഴിക്കാൻ. പക്ഷേ പൊറോട്ട ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമുക്ക് കയ്പ്പ് അറിയത്തതേ ഇല്ല, എരിവും മസാലകളെല്ലാം ചേർത്തത് കൊണ്ട്.